പ്രിയമുള്ളവരെ, കഴിഞ്ഞ അധ്യായത്തിൽ മലയാളം ക്ലാസ് നടന്നുകൊണ്ടിരിക്കെ പ്രിൻസിപ്പാളിൻ്റെ പ്രത്യേക പ്യൂൺ വന്നതും ഒരു ഉത്തരവ് കൊടുത്തതും ആണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. ഉത്തരവ് KP കുമാരൻ എന്ന സ്റ്റുഡൻറ്റ് ഇപ്പോൾ തന്നെ മലയാളം ക്ലാസ് വിട്ട് ബോട്ടണി ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുള്ളതായിരുന്നു ഉത്തരവ്. ഉത്തരവ് നടപ്പാക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ബോട്ടണി ക്ലാസ്സിൽ പോയി. അപ്പോൾ ബോട്ടണി ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായ കാര്യങ്ങളും മറ്റുമൊക്കെ ഞാൻ പിന്നീട് മറ്റൊരവസരത്തിൽ സംസാരിക്കുന്നതാണ്. ഏതായാലും ഒരു കാര്യം മാത്രം സൂചിപ്പിച്ച് വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പറചട്ടിയിൽ നിന്നും എരുതിയിലേക്കാണ് ചാടിയത് എന്ന് എനിക്ക് അല്പം കഴിഞ്ഞാണ് മനസ്സിലായത് എന്ന് മാത്രം സൂചിപ്പിച്ച് വെച്ചുകൊണ്ട് ഇതൊരു ഓർമ്മക്കുറിപ്പിൻ്റെ ഭാഗമായതുകൊണ്ട് ഏതാണ്ട് 10-65 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന നാട്ടിലും സംസ്ഥാനത്തിലും ഭാരതത്തിലും നടന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കാതെ പോകുന്നത് പുതിയ തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും അത്യാവശ്യമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും കോളേജ് പഠന ക്ലാസ്സിലേക്ക് ഞാൻ വരുന്നതാണ്. 1960 മുതൽ 1963 വരെയാണ് എൻ്റെ ഡിഗ്രി കാലഘട്ടം. അപ്പോൾ ആ കാലത്തുണ്ടായ സംഭവങ്ങളാണ് ഞാൻ ഇപ്പോൾ അനുസ്മരിക്കുന്നത്. അങ്ങനെ അനുസ്മരിക്കുമ്പോൾ അന്നും വൈപ്പിൻകരയ്ക്ക് മറ്റ് വൻകരകളുമായി ബന്ധമില്ലാതിരുന്നിട്ട് കൂടി മാറ്റത്തിൻ്റെ കാറ്റ് ചെറിയ തോതിലെങ്കിലും വൈപ്പിൻകരയിൽ വീശി തുടങ്ങി എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മരപ്പാലകളെല്ലാം പൊളിച്ചു നീക്കപ്പെട്ടു. പകരം കോൺക്രീറ്റ് പാലങ്ങളായി. വൈപ്പ് മുനമ്പം റോഡ് ഏതാണ്ട് നേരെയായി. 20 കിലോമീറ്ററാണ് വൈപ്പ് മുനമ്പം റോഡിൻ്റെ ദൂരം. ആ 20 കിലോമീറ്റർ ഏതാണ്ട് സ്ട്രൈറ്റായിട്ട് തന്നെ നേരെയായിട്ട് തന്നെ റോഡും പൂർത്തിയായി കഴിഞ്ഞ ഉടനെ വൈപ്പിൻകരയിൽ ആദ്യമായി മോട്ടോർ വാഹനത്തിൽ ഇരമ്പൽ കേൾക്കുകയാണ്. 2 ബസ് ഒരുമിച്ച് വൈപ്പിൻകരയിലേക്ക് ഞങ്ങളുടെ വഴിയൊക്കെയാണ് കൊണ്ടുവന്നത്. പക്ഷേ 2 ബസ് സർവീസ് നടത്തി തുടങ്ങി. അപ്പോൾ അന്ന് ആ നാട്ടിൽ അതൊരു ഉത്സവമായിരുന്നു. കാരണം അക്കാലം വരെ ഇല്ലാതിരുന്ന ഒരു പ്രത്യേക സംവിധാനം വൈപ്പിൻകരയിലും ഉണ്ടായിരിക്കുന്നു. തൊട്ടടുത്ത് എറണാകുളത്തും പറവൂരും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിൽ കൂടി വൈപ്പിൻകരയിൽ ഇല്ലാതിരുന്ന ഒരു സംവിധാനം അവിടെ കയറി വന്നു. അങ്ങനെ വന്നപ്പോൾ ജനങ്ങൾ ഹർഷാദരപൂർവ്വം അതിനെ ഏറ്റുവാങ്ങുകയും ജനങ്ങൾ ഇടിച്ച് കയറുക തന്നെ ചെയ്തു. കാരണം യാത്രാ സമയം വളരെയേറെ കുറഞ്ഞു. 3-4 മണിക്കൂർ എറണാകുളത്തേക്ക് പോകാൻ എടുത്തിരുന്നത് അരമണിക്കൂറായിട്ട് ചുരുങ്ങിയപ്പോൾ അതിനനുസരിച്ച് യാത്രക്കാരുടെ എണ്ണവും വർദ്ധിച്ചു. യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ഏതാണ്ട് ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ ആ 2 ബസ് എന്നുള്ളത് 6 ബസ്സായിട്ട് വിപുലീകരിക്കപ്പെട്ടു. അപ്പോൾ വൈപ്പിൻ മുനമ്പം മാത്രമേ ഉള്ളൂ. പക്ഷേ ആ സമയത്ത് തന്നെ വൈപ്പിനിൽ അന്ന് ഫോർട്ട് കൊച്ചിക്ക് ഫെറി ഉണ്ടായിരുന്നു. പക്ഷേ ഫോർട്ട് കൊച്ചിയിൽ കടന്നാൽ പോലും എറണാകുളത്ത് എത്തണമെങ്കിൽ ഐലൻഡ് വഴി ചുറ്റിക്കറങ്ങി എത്തേണ്ട സമയം കൂടി കണക്കാക്കുമ്പോൾ അത് വലിയ പ്രയോജനമില്ലാതിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് സർക്കാർ മുരിക്കുംപാടത്ത് നിന്ന് ഹൈക്കോടതി ജെട്ടിയിലേക്ക് പുതുതായിട്ടൊരു ഫെറി സർവീസ് ആരംഭിക്കുന്നത്. അപ്പോൾ ബസ് വന്നു. മുരിക്കുംപാടത്ത് നിന്ന് എറണാകുളത്തേക്ക് ഹൈക്കോടതി ജംഗ്ഷനിലേക്ക് ജെട്ടിയിലേക്ക് ഒരു ഫെറിയും വന്നു. അപ്പോൾ യാത്രക്കാരുടെ എണ്ണം കൂടി വന്നു. അതനുസരിച്ച് സർവീസ് നടത്തിയിരുന്ന ബോട്ടുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് വിദ്യാർത്ഥികളായ ഞങ്ങളെല്ലാം തന്നെ ബോട്ട് ഉപേക്ഷിക്കുകയും മുഴുവൻ വിദ്യാർത്ഥികളും ബസ്സുകളിൽ തന്നെ യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്കറിയാം, ഏതൊരു പുതിയ സംവിധാനം വരുമ്പോഴും അതിൽ ചില ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതുപോലെ തന്നെ ഞാനീ പറഞ്ഞു 65 കൊല്ലത്തിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അന്നത്തെ KSRTCയിലെ യജമാനന്മാർ ചെയ്തിരുന്നത് പോലെ തന്നെ ഈ പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർമാരും കിളികളുമൊക്കെ ബസ് യഥാർത്ഥ സ്ഥാനങ്ങളിൽ നിർത്താതിരിക്കുക, സ്റ്റോപ്പിൽ നിർത്താതിരിക്കുക, മാറ്റി നിർത്തുക,
വിദ്യാർത്ഥികളോടും യാത്രക്കാരോടൊക്കെ പരുഷമായി പെരുമാറുക, അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഉദ്ഭവിച്ചു. പ്രധാനമായും വിദ്യാർത്ഥികളുമായി പ്രശ്നമുണ്ടാകുന്നത് പൈസയുടെ കാര്യത്തിലായിരുന്നു. അന്ന് ഇടവനക്കാട് നിന്ന് മുരിക്കുംപാടത്തേക്ക് 28 പൈസയാണ് ഫുൾ ചാർജ്. അന്നത്തെ കണക്കനുസരിച്ച് പകുതി ചാർജാണ് വിദ്യാർത്ഥികൾ കൊടുക്കേണ്ടിയിരുന്നത്. അതും ഒരല്പം കൂടുതലാണെന്ന് തോന്നി എങ്കിൽ പോലും ഒരു സമരവും മറ്റൊക്കെ ചെയ്യാനുള്ള പ്രവണത അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ സമയത്തായിരുന്നു ആലപ്പുഴയിലൊക്കെ ഒരണ സമരം എന്ന വിദ്യാർത്ഥികളുടെ സമരം നടക്കുകയും സമരം വിജയിക്കുകയും ഒരണ കൊടുത്താൽ കുട്ടനാട്ടിൽ എവിടെയും സഞ്ചരിക്കാവുന്ന ഒരു അവകാശം അവിടുത്തെ വിദ്യാർത്ഥികൾ നേടിയെടുക്കുകയുണ്ടായി എന്നുള്ള വസ്തുത ഞാൻ അറിയുന്നത്. അപ്പോൾ ഇങ്ങനെ പരുഷമായ പ്രവർത്തനങ്ങൾ കൂടി വന്നപ്പോൾ പ്രത്യേകിച്ച് പകുതി ചാർജ് കൊടുക്കുക 14 പൈസയാണ് കൊടുക്കേണ്ടത്. 14 പൈസയ്ക്ക് വിലയുണ്ട്. കാരണം 5 പൈസയാണ് മിനിമം ചാർജ്. ആ 5 പൈസ കൊടുത്ത മിനിമം ചാർജുള്ള സമയത്താണ് 14 പൈസ കൊടുത്ത് മുരിക്കുംപാടം വരെ പോകുന്നത്. 28 പൈസയാണ് മുഴുവൻ ചാർജ്. അപ്പോൾ അങ്ങനെ വന്ന് പ്രശ്നങ്ങൾ ആവിർഭവിച്ചപ്പോൾ കുറേ വിദ്യാർത്ഥികൾ ആലോചിച്ചു, എന്ന് നമുക്കൊന്ന് സംഘടിച്ച് നോക്കിയാലോ, ഇവരോട് ഒറ്റക്കൊറ്റക്ക് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്കൊന്ന് കൂട്ടമായിട്ട് സംസാരിച്ചാൽ അത് കുറേ കൂടി ഫലവത്തായിരിക്കില്ലേ എന്ന് കുറേ ആളുകൾ ചിന്തിക്കുകയും അങ്ങനെ എറണാകുളത്ത് ഒരു ദിവസം ഒരു ആലോചനാ യോഗം ചേരുകയും ചെയ്തു. ജെട്ടിയുടെ പരിസരമാണ്, അല്ലാതെ പ്രത്യേക ഇന്നത്തെ പോലെ ഹാളെടുക്കാനോ മറ്റൊന്നുമുള്ള സംവിധാനം ഒന്നുമില്ല, പൈസയുമില്ല. അപ്പോൾ ആ ജെട്ടി പരിസരത്ത് വൈപ്പങ്കരയിലേക്ക് വരുന്ന വിദ്യാർത്ഥികളെല്ലാം വിളിച്ചു കൂട്ടി ഏകകണ്ഠമായി തന്നെ ബസ്സുകാരോട് നമുക്ക് ചോദിക്കണം, ബസ്സിലുള്ള സൗകര്യങ്ങൾ കൂട്ടണം, വിദ്യാർത്ഥികളെ കയറ്റാതെ പോകരുത്, കൺസെഷൻ കൊടുക്കാതെ ഇരിക്കരുത് തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഓരോരുത്തരായിട്ട് പറയുകയും ആ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനായിട്ട് വൈപ്പിൻ ഡേസ് കോളേജ് അസോസിയേഷൻ എന്ന് പറയുന്നൊരു സംഘടനയ്ക്ക് അന്ന് രൂപം നൽകുകയും ചെയ്തു. അത് കുറച്ചുകൂടിയൊക്കെ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പ്രസംഗ പരിശീലനം നടത്തിയിരുന്നതുകൊണ്ട് അന്ന് ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പ്രസംഗ പരിശീലനം ഉണ്ടായിരുന്നു. 8ാം ക്ലാസ് മുതൽ പ്രസംഗ പരിശീലനം നിർബന്ധമായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രസംഗ പരിശീലനം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനാണ് ഈ കാര്യങ്ങളൊക്കെ അവിടെ അവതരിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെ അതിൻ്റെ സെക്രട്ടറിയായി തീരേണ്ട ഒരു സെക്രട്ടറിയുടെ ചുമതലയും എനിക്ക് നൽകി. അങ്ങനെ ഡേസ് കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ആയിട്ട് പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് അവിടെയാണ് തുടങ്ങുന്നതെന്ന് പറയാം. മറ്റൊക്കെ കലാസമിതികളെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന കൊച്ചു സംരംഭങ്ങളാണെങ്കിലും ഇത് ഏതാണ്ട് വൈപ്പങ്കരയുടെ മുഴുവൻ ഭാഗത്തുമുള്ള വിദ്യാർത്ഥികളെ പ്രതിനിധാനം ചെയ്തുകൊണ്ടുള്ളൊരു സംഘടനയുടെ സെക്രട്ടറി ആയിട്ട് തീരുന്ന അപ്പോഴാണ്. അങ്ങനെ ഈ ആവശ്യങ്ങൾ ഇവരോട് ആവശ്യപ്പെട്ടെങ്കിലും ബസ് മുതലാളികളോട് ആവശ്യപ്പെട്ടെങ്കിലും ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കെ എന്നാൽ നമുക്ക് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറെ കണ്ട് നിവേദനം കൊടുക്കാം എന്ന് തീരുമാനിക്കുകയും അങ്ങനെ വൈപ്പങ്കരയിലെ വിദ്യാർത്ഥികൾ ഹൈക്കോടതി ജെട്ടിയിൽ നിന്ന് എറണാകുളത്തേക്ക് കോടതി പരിസരത്തേക്ക് മഹാരാജാസ് കോളേജിന് അപ്പുറത്തേക്ക് ഒരു മാർച്ച് നടത്തി. അതൊരു പുതിയൊരു സംഭവമായിരുന്നു. കൊടിയോ മറ്റ് ഇതൊന്നും ഇല്ലാതെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്, പക്ഷേ മറ്റ് കൊടിയുടെ ആളുകളൊന്നുമില്ലാതെ വിദ്യാർത്ഥികളുടേതായ എല്ലാവരുടെ കയ്യിലും പുസ്തകക്കെട്ടുള്ളതുകൊണ്ട് വിദ്യാർത്ഥികളാണെന്ന് മനസ്സിലാകുകയും ചെയ്യും. അങ്ങനെ ഒരു സമരം നടത്തി RTO കണ്ടു. അങ്ങനെ മുതലാളിമാരെ വിളിച്ചു കൂട്ടി സംസാരിക്കാമെന്നും ഉറപ്പ് തന്നതനുസരിച്ച് കൺസെഷനോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉറപ്പ് തന്നതനുസരിച്ച് അങ്ങനെ ഡേസ് കോളേജ് അസോസിയേഷൻ കൃത്യമായി പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്തു. പക്ഷെ അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായത് സംഘടിച്ച് കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥികളോടുള്ള പെരുമാറ്റത്തിന് മാറ്റം വന്നു. കുറേയെങ്കിലും, മുഴുവനായി മാറ്റം വന്നതല്ല, കുറേയെങ്കിലുമൊക്കെ മാറ്റം വന്നു. അതനുസരിച്ച് ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് 1959 ഞാൻ കഴിഞ്ഞ ഒരധ്യായത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. 1957 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വൈപ്പങ്കരയിൽ എത്തിയതുപോലെ തന്നെ 1957 ബാലറ്റ് പേപ്പറിൽ കൂടി ലോകത്ത് രണ്ടാമതായിട്ടും ഏഷ്യയിൽ ആദ്യമായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്നു എന്ന കാര്യം ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ
57 ബാലറ്റ് പേപ്പറിൽ കൂടി വന്നു എന്ന് പറയുമ്പോൾ 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് 50 ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് രൂപാന്തരപ്പെടുന്നത്. അതിനുശേഷം നടന്ന രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ പ്രൗഢമായ കേരള ജനത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സ്ഥാനത്തേക്ക്. മറ്റ് രാഷ്ട്രങ്ങളിലൊക്കെ കമ്മ്യൂണിസം ഉണ്ടായി. പക്ഷേ ആ കമ്മ്യൂണിസം ഉണ്ടായതൊക്കെ അവർ തന്നെ ആവശ്യപ്പെട്ടിരുന്ന പോലെ, ആഗ്രഹിച്ചിരുന്ന പോലെ പോക്കിൻ കുഴലിൽ കൂടിയാണ്, അല്ലെങ്കിൽ വിപ്ലവ മാർഗങ്ങളിൽ കൂടിയാണ് അവർ അധികാരം പിടിച്ചെടുത്തത്. ഉദാഹരണമായിട്ട് പറയുമ്പോൾ റഷ്യയിലാണ് 1917 ബോൾഷെവിക് വിപ്ലവം ഉണ്ടാകുന്നത്. ആ ബോൾഷെവിക് വിപ്ലവം വിജയിച്ചു. അന്നുണ്ടായിരുന്ന റഷ്യൻ സാർ ചക്രവർത്തിയെ സ്ഥാനഭ്രഷ്ടനാക്കി. പകരം ലെനിൻ്റെയും സ്റ്റാലിൻ്റെയും നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യമായി അത് രൂപാന്തരപ്പെടുകയും ചെയ്തു. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ആ തരുണത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ അധ്യായം നിർത്താൻ ഉദ്ദേശിക്കുകയാണ്. ആ ഒരു കാര്യം എന്ന് പറയുന്നത്, റഷ്യയിൽ മുഴുവൻ ക്രിസ്ത്യാനികളാണ് ജീവിക്കുന്നതെങ്കിലും യാഥാസ്ഥിതരായ ക്രിസ്ത്യാനികൾക്ക് ചക്രവർത്തി തിരുമേനിയെ സ്ഥാനഭ്രഷ്ടനാക്കിയതും സാധാരണക്കാരായ ആളുകൾ ഭരണഭാരം ഏറ്റെടുത്തതും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെല്ലാം നിരീശ്വരവാദികളും ഭൗതികവാദികളും അവരെല്ലാം ദൈവനിഷേധികളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് റഷ്യയിൽ മാത്രമല്ല എവിടെയെല്ലാം ക്രിസ്തു സമൂഹത്തിന് ബലമുണ്ടോ അവിടെയെല്ലാം ഈ പ്രചരണം അഴിച്ചുവിടുകയും ചെയ്തു. ഞാൻ പറയാൻ പോകുന്ന സംഭവത്തിന് അതിൻ്റെ പിൻബലവും കൂടി ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. അങ്ങനെ വിപ്ലവം ഉണ്ടായപ്പോൾ വിപ്ലവം എന്ന വാക്കിന് മലയാളത്തെ അർത്ഥം മാറ്റം എന്ന് മാത്രമാണ്. അവിടെ തോക്കും കുഴലെന്ന് വെടിവെക്കുന്നു ഒന്നും ആ വാക്കിന് അർത്ഥമില്ല. മാറ്റം വന്നു. ആ മാറ്റം ലോകത്താകമാനം കമ്മ്യൂണിസത്തിൻ്റെ വളർച്ചയ്ക്കും പ്രേരകമായി. അങ്ങനെ ആ ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ ബാലറ്റ് പേപ്പറിൽ കൂടി ഈ പ്രസ്ഥാനം ഭരണത്തിൽ വരാൻ ഇടയായത്. ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ മുൻ ഭരണപരിചയം ഇല്ലാതിരുന്നതുകൊണ്ടും വേണ്ടത്ര അവധാനതയോടുകൂടി ചർച്ചകളോ കൂടിയാലോചനകളോ ഒന്നും നടത്താതെ ഒരു വിദ്യാഭ്യാസ ബില്ല് അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി അവർ അവതരിപ്പിച്ചു. നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുള്ള എന്തായിരുന്നു ഇതിൻ്റെ ഉള്ളടക്കമെന്ന് ഇന്നും പൂർണ്ണമായിട്ട് മിക്കവർക്കും അറിയില്ല. ഏതായാലും അതൊരു വലിയ സംഭവമായി എടുത്തുകൊണ്ട് തന്നെ അന്നത്തെ വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് പ്രൈവറ്റ് വിദ്യാഭ്യാസം, എയ്ഡഡ് മേഖല ഏതാണ്ട് 95% കൈയടക്കിയിരുന്ന ക്രിസ്ത്യൻ വിഭാഗം ഇത് തങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞ് പരസ്യപ്പെടുത്തുകയും ക്രിസ്ത്യൻ വിഭാഗത്തിലെ എല്ലാ വിഭാഗങ്ങളും ചേർന്നുകൊണ്ട് സർക്കാരിനെതിരായ ഒരു സമരം പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ സമരത്തെയാണ് നമ്മൾ വിമോചന സമരം എന്നറിയുന്നത്. ആ വിമോചന സമരം നടക്കുമ്പോൾ അത് കേരളത്തിൽ മൊത്തമായിട്ട് നടന്നു എന്നുള്ളതാണ് പ്രത്യേകത. വൈപ്പിൻകരയിലും അതുപോലെ എല്ലാ ചുറ്റുപാടും എല്ലായിടത്തും തന്നെ ക്രിസ്ത്യാനികൾ സംഘടിക്കുകയും സമരം ചെയ്യുകയും ചെയ്തു. സർക്കാർ ഓഫീസുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു സമരങ്ങൾ കൂടുതലും. അതിന് തടയിടാൻ വേണ്ടി ഞാൻ ആദ്യമേ പറഞ്ഞു, ഭരണപരിചയം കുറവായതുകൊണ്ട് തന്നെ സമരക്കാരെ മുഴുവൻ അടിച്ചൊതുക്കാനാണ് അന്ന് ഭരിച്ചിരുന്ന ഗവൺമെൻറ് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ സമരം ചെയ്യുമ്പോൾ തന്നെ അക്രമാസക്തമായില്ല എങ്കിൽ പോലും അവിടെ ലാത്തിചാർജും വെടിവെപ്പും ഒക്കെ കേരളത്തിലുടനീളം നടക്കുകയുണ്ടായി. അങ്ങനെ ഏതാണ്ട് 4-5 സ്ഥലങ്ങളിലായിട്ട് വെടിവെപ്പുണ്ടാകുകയും കേരളത്തിൽ 15 പേരോളം അതിൽ മൃതിയടയുകയും ചെയ്തു, കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ള ആ വസ്തു ഇന്നും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലെ മറക്കാൻ പറ്റുന്ന, സ്മരിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യമായി മാറി ഇന്നും ശാശ്വതമായി നിലകൊള്ളുന്നു എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ വന്നപ്പോൾ
മറ്റൊന്നുകൂടി അതിൻ്റെ കൂട്ടത്തിൽ സംഭവിച്ചു. അത് ഭൂപരിഷ്കരണ നിയമമാണ്. ഭൂപരിഷ്കരണ നിയമം സത്യത്തിൽ ഈ പരിഷ്കരണമൊക്കെ നല്ലതായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. പക്ഷേ അത് വേണ്ടത്ര ചർച്ച കൂടാതെ അതിൻ്റെ ഫലം എങ്ങനെ സംഭവിക്കും എന്ന് വിലയിരുത്താതെ അന്ന് കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥയനുസരിച്ച് കിടപ്പാടമില്ലാത്തവന് ആര് വന്ന് ചോദിച്ചാലും ഞാനൊരു കുടില് കെട്ടി താമസിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ അത് അനുവദിക്കുന്ന പ്രവണതയാണ് കേരളത്തിൽ മൊത്തം ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു വൻ കൂട്ടായ്മ, കുടിയായ്മയുടെ കൂട്ടായ്മ ഉണ്ടായി. പക്ഷെ അവരാരും സമരം ചെയ്തില്ല. എങ്കിൽ കൂടി ഈ മധ്യവർഗക്കാരുടെ അല്ലെങ്കിൽ സാധാരണക്കാരുടെക്കാൾ അല്പം ഉയർന്ന സ്വല്പം സാമ്പത്തിക ശേഷിയുള്ള ആളുകളുടെ സ്വത്തുക്കൾക്ക് ഒരു പരിധി നിശ്ചയിച്ചു. 15 ഏക്കറാണെന്ന് നിശ്ചയിച്ചത്. പക്ഷേ 15 ഏക്കറുള്ളവർ വളരെ കുറവായിരുന്നു. എല്ലാവർക്കും കൂടി വന്നാൽ 40 സെൻറ്റോ 50 സെൻറ്റോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ആ 40 സെൻറ്റിൽ തന്നെ 4 കുടിയന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കുടിയന്മാർക്ക് കൂടി 10 സെൻറ്റ് വീതം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ജന്മിക്ക് എന്ത് സംഭവിക്കും എന്ന് അവർ ചിന്തിച്ചില്ല. കാരണം 40 സെൻറ്റുള്ളവരൊക്കെ അവരുടെ ചിന്താഗതിയിൽ, കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയിൽ ബൂർഷയാണ്. അങ്ങനെ ബൂർഷ്വാസിയെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ ബൂർഷ്വാസിയെ ഒറ്റപ്പെടുത്തുക എന്നുള്ള നയമായിരിക്കാം ഒരുപക്ഷെ ഭൂപരിഷ്കരണത്തിൽ ഭൂപരിധി നിശ്ചയിച്ചപ്പോൾ പ്രത്യക്ഷമായി യാതൊരു നഷ്ടവും വന്നില്ല എങ്കിൽ പോലും ഞാൻ മറ്റൊരു സന്ദർഭത്തിൽ സൂചിപ്പിക്കേണ്ട അത്ര വലിയ സാമ്പത്തിക ശേഷിയുള്ള കുടുംബമല്ലായിരുന്നു ഞങ്ങളുടേത്. പക്ഷേ ആ കുടുംബത്തിൻ്റെ പേരിൽ 17 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു എന്ന് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ സ്ഥലമെന്ന് പറയുന്നത് ഇളകുന്ന പുഴയ്ക്ക് കിഴക്ക് ഭാഗം ചേന്നൂർ ഭാഗത്ത് ചേർന്ന് അമ്മ വീട് ചേന്നൂരായപ്പോൾ ആ ചേന്നൂർ ഭാഗത്ത് ചേർന്ന് അവർ 2 അളിയന്മാർ കൂടി ചേർന്ന് 34 ഏക്കർ വാങ്ങിച്ചത്. വെറും വെള്ളമാണ്, പുഴ, ഇറങ്ങുന്ന പുഴയാണ്. ആ പുഴയാണ് 34 ഏക്കർ വാങ്ങിച്ചത്. അത് വാങ്ങിച്ചപ്പോൾ നഗരപരിധി വന്നപ്പോൾ ഞങ്ങളൊക്കെ വൻകിട ജന്മികളായി. വൻകിട നിത്യവൃത്തിക്ക് ചിലവിലൊക്കെ കഴിച്ചുകൂട്ടാൻ നിവൃത്തിയിൽ 3 സെൻറ്റിൽ ജീവിക്കുന്ന ഞങ്ങളൊക്കെ വൻ ബൂർഷകളാകുകയും 2 ഏക്കർ ചുറ്റുപാലം മിച്ചഭൂമിയായിട്ട് അളന്നെടുക്കുകയും ചെയ്തു. എവിടെ അളന്നെടുത്തത് ഇപ്പോഴും ആർക്കൊരില്ല, കാരണം പുഴയാണ്. ഇപ്പോഴും അത് പുഴയാണ്. പക്ഷേ ഇന്നത് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു 10-300 കോടി രൂപയുടെ സ്വത്തായി തീർന്നാനേ എന്നുള്ള വേറെ കാര്യം. ഏതായാലും അങ്ങനെ ബൂർഷ്വാഗണത്തിൽപ്പെട്ടവരായി തീർന്നു 3 സെൻറ്റിൽ ജീവിക്കുന്ന ബൂർഷകൾ എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ.